സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടീകോമിന് നൽകിയ ഭൂമി അത് തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ തീരുമാനം, അതിനോട് IT മേഖല എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ഇതൊരു നല്ല തീരുമാനമാണെന്നാണ് IT മേഖലയിലുള്ളവർ പറയുന്നത്. വൈകി വന്ന തീരുമാനമാണെങ്കിലും പ്രതീക്ഷയോടെയാണ് സർക്കാർ തീരുമാനത്തെ നോക്കിക്കാണുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതിലൂടെ ലഭ്യമാകുമെന്നും IT മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്മാർട്ട് സിറ്റിക്കായി ടീകോമിന് നൽകിയ 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് IT മേഖലയിലുള്ളവരെല്ലാം നോക്കിക്കാണുന്നത്. കാരണം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ IT മേഖലയിലുള്ളവർ തന്നെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത്? നമുക്കറിയാം, ഇത് കേരളമാണ്. ഇവിടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമുക്ക് എങ്ങനെ ഒരു കാര്യം നടപ്പാക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങും. പക്ഷേ ഇതിലൊരു പോസിറ്റീവ് കാര്യമായിട്ടുള്ളത്, കഴിഞ്ഞ 17 വർഷങ്ങൾ നമ്മൾ എടുത്തു, നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സിസ്റ്റവും എടുത്തു എങ്ങനെ ഇത് നടപ്പാക്കാതിരിക്കാമെന്നതിന് കാര്യങ്ങൾ. ഇത് പണ്ടേ ചെയ്യേണ്ട ഒരു ഡിസിഷനുമായിരുന്നു. അവർക്ക് സാധിക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുന്നേ എടുക്കാമായിരുന്നു. കാരണം സ്മാർട്ട് സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഒരു സ്വപ്ന പദ്ധതിയായത്, ഇത് ഒരു ടൈം ബേസ്ഡ് ആയിരുന്നു. ഇത്ര വർഷങ്ങൾ കൊണ്ട് ഇത്ര തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ടൗൺഷിപ്പ്, IT മേഖലയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇവിടെ ഉണ്ടാവുമെന്നെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഗവൺമെൻറ് വളരെ നേരത്തെ എടുക്കേണ്ട ഒരു ഡിസിഷനായിരുന്നു. അതിനുള്ള ഒരു കാരണം നമുക്കറിയാം. കഴിഞ്ഞ കുറേ മാസങ്ങൾ മുന്നേ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഒരുപാട് കമ്പനികൾ ഇൻഫോ പാർക്കിലേക്കൊക്കെ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു സ്പേസ് ഇവിടെ ഇല്ല. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് 100ഓളം കമ്പനികൾക്ക് അപ്പുറം ഇവിടെ സ്പേസ് അന്വേഷിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ വെയിറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഒരു സ്പേസ് ഇവിടെ കൊടുക്കണമെങ്കിൽ മറ്റൊരു ഏജൻസിയെ, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. രണ്ടാമതൊരു കാര്യം, ടീകോമുമായിട്ടുള്ള കരാർ അവസാനിപ്പിക്കുന്നതിന് ഒരു വലിയ ചർച്ചകളൊക്കെ വേണമെന്നുള്ള രീതിയിൽ ഇന്ന് വാർത്തകളുണ്ട്. അതൊന്നും ഒരുപാട് നീട്ടിക്കൊണ്ടു പോകരുത്. അതും ഒരു 5 ഇയർ പ്ലാനിംഗ് ഒക്കെ ആയിട്ട് വെച്ച് ഇവിടുത്തെ വീണ്ടും ഒരുപാട് വർഷങ്ങൾ പൂർത്തിയാക്കിയാൽ, 17 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തലമുറ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് തലത്തിലൊരു ഡിസിഷൻ എടുക്കണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. കാരണം കമ്പനികൾ റെഡിയാണ് കുറേ ഇങ്ങോട്ട് വരാൻ. നമ്മൾ അതിന് ചെയ്യേണ്ടത് അവരെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ ഫേസ് 3യിലേക്ക് സ്ഥലം നോക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലം അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപയോഗപ്രദം തന്നെ ആകില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇൻഫോ പാർക്ക് ഫേസ് 3 എന്ന രീതിയിൽ ഗവൺമെൻറ് ഇവിടുന്ന് കുറേ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് പരിഗണനയിലുള്ളത്. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇൻഫോ പാർക്കിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഏകദേശം 246 ഏക്കർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഏറ്റവും കണ്ണായിട്ടുള്ളൊരു ഭൂമി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണം ഇത് മൊത്തത്തിലൊരു സ്പേസ് ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. ശരി, എന്തായാലും വളരെ നന്ദി. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് IT മേഖലയിലുള്ളവർ ഈ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത്. അഖിൽദാസിനൊപ്പം RS കൃഷ്ണ ശർമ്മ, മനോരമ ന്യൂസ്, കൊച്ചി. താങ്ക് യു.